ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡേ 1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എഴുന്നേറ്റ ഉടനെ തന്നെ ചെറിയ ചൂടുള്ള ഒരു ഗ്ലാസ് കുടിക്കും. അങ്ങനെ പ്രത്യേകിച്ച് അതിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല. സാധാരണ കഴുകാലി വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മധുരമായിട്ടൊരു കോഫി കുടിക്കും. ഞാനിപ്പോൾ കോഫി അവോയ്ഡ് ചെയ്താൽ എനിക്കത് ആ ഡേ മൊത്തം എനിക്ക് തോന്നും, അയ്യോ ഞാൻ ഇന്ന് കോഫി കുടിച്ചില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഭയങ്കര മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ഒരു ചേഞ്ചുകൾ ആദ്യം വരുത്തിയായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അജണ്ട എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു ടൈം സെറ്റ് ചെയ്യുക എന്നാണ് ഫുഡ് കഴിക്കുന്നതിന്. ഇന്നലെ വരെ ഞാൻ ഇഷ്ടമുള്ള സമയത്തൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ടൈം സെറ്റ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ വിശക്കത്തുള്ളൂ. അപ്പോൾ ആ ഇടനേരത്തുള്ള വിശപ്പൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു ടൈം സെറ്റ് ചെയ്യുക എന്നാണ്. ഇപ്പോൾ എൻ്റെ ഒരു ടൈം അനുസരിച്ച് ഞാൻ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. 1:30 ആകുമ്പോൾ ഒരു സ്നാക്സോ ഷേക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ കട്ട് ഫ്രൂട്ട്സോ എന്തെങ്കിലുമായിരിക്കും കഴിക്കുന്നത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പിന്നെ ഒരു ചായയോ കോഫിയോ കുടിക്കുന്നത്. പിന്നെ ഒരു 5:30 അല്ലെങ്കിൽ 6 മണിക്ക് മുന്നേ ഞാൻ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കും. ഇത് ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്കിത് ഓൾറെഡി പ്രാക്ടീസ് ഉണ്ട്. ഇങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെയാണോ കഴിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ 3 മീൽ കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ ആ 3 മീൽ കഴിക്കും. പക്ഷേ ഒരു പ്രോപ്പർ ടൈം സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഉണ്ടാക്കുമ്പോൾ ഫുഡിൽ പഞ്ചസാര, നെയ്യ്, തേങ്ങ, ഉപ്പ് ഇതിൻ്റെയൊക്കെ ഒന്ന് അളവുകളൊന്ന് കുറയ്ക്കുക. പൂർണ്ണമായിട്ട് ഒന്നിനെ ഒഴിവാക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. അയ്യോ ഞാൻ അത് കഴിച്ചില്ലല്ലോ, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അല്ലാതെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ തീരുന്നതല്ല. നമ്മളിപ്പോൾ വെയിറ്റ് കുറച്ചാൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും കൂടെ സാധിക്കണം. അതുകൊണ്ട് നമ്മൾ വേറെ ആളിനെ കണ്ട് കോപ്പി അടിച്ച് അയാളെ സമയമോ അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന ഫുഡോ കഴിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇപ്പോൾ എനിക്ക് ഓട്സ് ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പം എനിക്ക് ഓവർനൈറ്റ് ഓട്സ് നല്ലതെന്ന് പറഞ്ഞാൽ എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് കഴിക്കാൻ പറ്റുന്ന എന്താണോ അതേ ഞാൻ സെലക്ട് ചെയ്ത് കഴിക്കത്തുള്ളൂ. അതേപോലെ എനിക്ക് പറ്റുന്ന ടൈമാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കി അത് കഴിക്കുക. അല്ലാതെ ഒരാൾ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ആ മെനു കോപ്പി അടിക്കാതെ നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഏത് ഫുഡായാലും അതിൻ്റെ അളവ് കുറച്ച് കഴിച്ചാൽ മതി. ഇന്ന് ഞാൻ എക്സസൈസും ചെയ്തിട്ടില്ല. കാരണം പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരണ്ട, പയ്യെ മാറാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ.